ഏക്നാഥ് ഷിൻഡെ 2022 ശിവസേനയെ പിളർത്തി മഹാരാഷ്ട്രയിൽ BJPയെ അധികാരത്തിലെത്തിച്ച ഹീറോ ഇന്ന് സമ്മർദ്ദശക്തി പോലും ക്ഷയിച്ച് BJP നേതൃത്വം എടുക്കുന്ന തീരുമാനത്തിന് വഴങ്ങുന്ന നിലയിലേക്കാണ് കാര്യങ്ങളുടെ പോക്ക്. മഹാരാഷ്ട്ര മുഖ്യമന്ത്രിയെ തീരുമാനിക്കാൻ BJP കേന്ദ്ര നിരീക്ഷകരായ നിർമ്മല സീതാരാമൻ, ഗുജറാത്ത് മുൻ മുഖ്യമന്ത്രി വിജയ് രൂപാണി എന്നിവർ നാളെ മുംബൈയിലെത്തും. നിയമസഭാ കക്ഷി നേതാവിനെ തെരഞ്ഞെടുക്കാനുള്ള BJP MLA-മാരുടെ യോഗം നാളെയാണ്. മറ്റന്നാൾ വൈകിട്ട് 5-ന് ആസാദ് മൈതാനത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സാന്നിധ്യത്തിൽ പുതിയ മുഖ്യമന്ത്രിയുടെ സത്യപ്രതിജ്ഞ. ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങളെങ്കിലും ഏക്നാഥ് ഷിൻഡെ പിണക്കത്തിൽ തന്നെയാണ്. കാവൽ മുഖ്യമന്ത്രിയെ കാണാനില്ലെന്നാണ് പ്രചാരണം. വ്യാഴാഴ്ച ദേവേന്ദ്ര ഫട്നാവിസും അജിത് പവാറും ഷിൻഡെയും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷായുമായി ഡൽഹിയിൽ ചർച്ച നടത്തുന്നു. സർക്കാർ രൂപീകരണമാണ് വിഷയം. ചർച്ചയും കഴിഞ്ഞ് ഷിൻഡെ നേരെ പോയത് സത്താറ ജില്ലയിലെ തൻ്റെ ഗ്രാമത്തിൽ. ഇതോടെ മുംബൈയിൽ തിരിച്ചെത്തിയ ശേഷം നടത്താനിരുന്ന തുടർ യോഗങ്ങൾ റദ്ദായി. ഡൽഹി യോഗത്തിലെ അതൃപ്തിയാണ് യാത്രയ്ക്ക് പിന്നിലെന്ന അഭിപ്രായം ഉയർന്നതോടെ പനിയും തലവേദനയുമെന്ന് വിശദീകരണം. ഞായറാഴ്ച മുംബൈയിലേക്ക് തിരിച്ചെത്തിയ ഷിൻഡെ ഇന്നലെ താനെയിലെ വസതിയിൽ നിന്ന് വീണ്ടും അപ്രത്യക്ഷനായി. പനി എന്നുതന്നെയാണ് റിപ്പോർട്ടുകൾ. ഷിൻഡെയുടെ പനി എന്തായാലും മഹായുതി സഖ്യത്തിന് തലവേദനയായി. വകുപ്പ് വിഭജനവുമായി ബന്ധപ്പെട്ട തുടർ ചർച്ചകൾ നീണ്ടുപോവുകയാണ്. ആഭ്യന്തര വകുപ്പോടെ ഉപമുഖ്യമന്ത്രി പദം എന്ന നിലപാടിൽ നിന്ന് ഷിൻഡെ പിന്നോട്ടു പോയിട്ടില്ല. നഗരവികസനം, കൃഷി, ഗതാഗതം, ലെജിസ്ലേറ്റീവ് കൗൺസിൽ സ്പീക്കർ തുടങ്ങിയ സുപ്രധാന പദവികളിലും ഷിൻഡെയ്ക്ക് കണ്ണുണ്ട്. ആഭ്യന്തര വകുപ്പ് നൽകിയില്ലെങ്കിൽ ഉപമുഖ്യമന്ത്രി സ്ഥാനവും സ്വീകരിക്കില്ലെന്ന നിലപാടിലാണ് ഏക്നാഥ് ഷിൻഡെ എന്നാണ് സൂചന. ഉപമുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് മകനും MP-യുമായ ശ്രീകാന്ത് ഷിൻഡെയെ നോമിനേറ്റ് ചെയ്യുമെന്നും ചർച്ചകളുണ്ടായിരുന്നു. എന്നാൽ റിപ്പോർട്ട് ശ്രീകാന്ത് ഷിൻഡെ തന്നെ തള്ളി. അംഗ സഭയിൽ സർക്കാർ രൂപീകരണത്തിന് വേണ്ടത് 145 സീറ്റുകൾ. BJPക്ക് 132 സീറ്റുകൾ. ഷിൻഡെയുടെ ശിവസേനയ്ക്ക് 57 സീറ്റും അജിത് പവാറിന്റെ NCPക്ക് 41 സീറ്റുമുണ്ട്. അജിത് പവാറിനെ ഒപ്പം ചേർത്ത് BJPക്ക് സർക്കാർ രൂപീകരിക്കാം. പവാർ പൂർണ്ണ പിന്തുണ നൽകിയിട്ടുമുണ്ട്. ഇതോടെ ഷിൻഡെയുടെ സമ്മർദ്ദത്തിന്റെ ശക്തി കുറഞ്ഞു. എന്നിരുന്നാലും 2022 അനുഭവത്തിന്റെ പശ്ചാത്തലത്തിൽ ഷിൻഡെയെ BJP അങ്ങനെ എളുപ്പത്തിൽ തള്ളിയേക്കില്ല.